അതെ, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു BMW ഷോറൂമൊക്കെ ഞാൻ കണ്ടു. എന്താ കാര്യം എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ഓ കാര്യം പോയാലോന്ന് പറഞ്ഞ ഉണ്ട് നമ്മുടെ മീഡിയക്കാരാണ്. ഇത് നമുക്ക് കിട്ടുമോ? ഞാൻ ഡെയിലി ഓർഡർ വരും. വേറെ എന്തെങ്കിലും അബ്സല്യൂട്ട് ബ്യൂട്ടി കേട്ടോ. ഇത് എന്ത് രസമാണെന്ന് നോക്കി. M4 കോമ്പറ്റീഷൻ. എനിക്കിത് ഭയങ്കര രസമാണ്, കാണാൻ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഈ ബാക്കില് നമുക്കിനെ ഇനിയിപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണേ? നമ്മുടെ അല്ല വണ്ടി. ഹൈറ്റ് ഉണ്ട്. ഇതിലും താന്നാണോ? അല്ല, ഏകദേശം അല്ലല്ല ബ്രോ, സെയിം. ബിക്കോസ് ഇത് ലോങ്ങർ ആയതുകൊണ്ട്. ശരിയാ, ലോങ്ങർ ആയതുകൊണ്ട് നടുക്ക് കുഴച്ചു. ഒരിക്കലും ഇല്ല. ഞാൻ ഈ വണ്ടി മേടിച്ചിട്ട് 10,000 കിലോമീറ്റർ ഓടിച്ചു. ഇതുവരെ ട്രാക്ഷൻ ബട്ടൺ ഞെക്കിയിട്ടില്ല. MTM ഇടാറുണ്ട്, ട്രാക്ഷൻ എന്നെ പിടിക്കില്ല. എനിക്കറി എന്ത് സൈലന്റ് അല്ലേ നമ്മുടെ വണ്ടികൾ വെച്ച് നോക്കുമ്പോ. അതെ, എനിക്കിതാ ഭയങ്കര ഇഷ്ടമായി. ലേസർ. നമ്മൾ ഈ വണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എബിസന്റെ. അതെനിക്ക് ഈ കളർ ഇഷ്ടമായിട്ടോ. രണ്ട് കളർ അടിപൊളിയാ. നമ്മുടെ കയ്യിലായി വണ്ടി. ഇതേ ബ്രോയ്ക്ക് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആഗ്രഹമുള്ള വണ്ടി ഇതാണ്. പക്ഷെ ഇത് കാരണം നമുക്ക് റിയർ വീൽ ഫണ്ടും ഉണ്ട്. അല്ലാത്ത സമയത്ത് സേഫ്റ്റിക്ക് എക്സ്ട്രാ വിട്ട് ഫുൾ പവർ പുട്ട് ഡൗൺ ചെയ്യാനും പറ്റും. പിന്നെ ഇറ്റ്സ് ബിഗർ. എനിക്ക് രണ്ടാമത്തെ കൊച്ചൊക്കെ ഉണ്ടാവില്ലേ, ഫാമിലി കാറായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഫുള്ളി റിയൽ വീൽ ഡ്രൈവ് ആക്കി കഴിഞ്ഞാൽ സെയിം ഇതിന്റെ അത്ര സ്ട്രോങ് ഡിഫൊക്കെ ഉണ്ടോ ബാക്കിൽ? എടാ, ഇതിനെക്കാട്ടിലും ഒക്കെ സ്ട്രോങ് ആയിരിക്കും. പിന്നെ വലിയ വണ്ടിയല്ലേ, വലിയ വണ്ടി. ചിലപ്പോ നമുക്ക് അത് ഫീൽ ചെയ്യത്തില്ല. എനിക്കൊന്ന് കുറെ G87 ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഓടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി കൂടി ഒരു അത്രയും പ്യുവർ ഫീലിംഗ് കിട്ടാറില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് കാർ ടു ബിൽഡ് ഓൺ. ഇതൊക്കെ സ്റ്റേജ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ചുമ്മാ മിന്നൽ വണ്ടിയാണ്. എന്നാൽ നമുക്കൊന്ന് പോവാല്ലേ? ഇനി പോയിട്ട് നോക്കാം. 340യുടെ കുറച്ചുകൂടെ വൈഡർ ഇന്റീരിയർ അല്ലേ? എന്താ ഫർദീന അഭിപ്രായം? 340 ഇത് സെയിം ഇന്റീരിയർ അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് സെയിമാ? ഇവിടെ സെയിം ആണോ? ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഇച്ചിരി ക്രാംഡ്. ഫ്രണ്ടിലേക്ക് സീറ്റ് ഇട്ടോണ്ടാണോ? മേ ബി സെയിം അല്ലായിരിക്കും. ഇത് സ്ക്രീൻ ഗ്രാഫിക്സ് ഡിഫറെന്റ് ആണ്, ബാക്കി എല്ലാം സെയിം ആണ്. ആണല്ലേ? എന്തായാലും ഇപ്പം നമുക്ക് നിങ്ങളെല്ലാവരും ഓടിക്കുന്ന പോലെ ആക്കണം അല്ലേ? അല്ലേ കുരുവില? നമ്മുടെ കൂടെ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഓടിക്കാം അല്ലേ? ഒരുമിച്ച് ഓടിക്കാം. നമുക്ക് എല്ലാവർക്കും ഓടിക്കാം. ഓടിച്ച് കളിക്കാനായിട്ടാണ് നമുക്ക് ഇതിപ്പോ BMW ഇതൊക്കെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓടിച്ച് കളിക്കാം. ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇപ്പം ആ വണ്ടി എനിക്ക് ഓൾറെഡി ആ ഒരു ഡിഫറൻസ് കിട്ടി കേട്ടോ. ആണല്ലേ? ഇപ്പഴേ കിട്ടി. അതായത് ആ M2 പ്രസ് ചെയ്തപ്പോ ഉണ്ടല്ലോ, വണ്ടി പെട്ടെന്ന് അങ്ങ് അലൈൻമെന്റ് ചെയ്യുന്നുണ്ട്. അലൈൻമെന്റ് വ്യത്യാസങ്ങളുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ആരോ ജമ്പ് എടുത്തിട്ടുണ്ട്. ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. എന്ത് ഓടിയായിരിക്കും ഓടിച്ചപ്പോ ഇങ്ങനെയൊക്കെ ഹൈലക്സ് ഒക്കെ ആയിട്ട് പോണ സ്ഥലത്ത് കൊണ്ടുപോയി കാണും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാ സീൻ. അയ്യോ എടാ സീൻ. ഇതെന്നു പറഞ്ഞാലേ നമുക്ക് മറ്റേ എം കാർ നമ്മുടെ ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷാർപ്നെസ് ഇല്ലേ, ഇപ്പൊ അത് ഫീൽ ചെയ്യുന്നില്ല ഇതില്. ഇല്ല, സേഫായി ഉണ്ട്. അതല്ല, അതെനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതായത് ആ ഒരു ഭയങ്കര വേഗ് ആയിട്ടാ തോന്നുന്നത്. ഫസ്റ്റ് പുൾ ഗൈസ്, ഫസ്റ്റ് പുൾ ആയില്ല. ഇതൊക്കെ ഇതിന്റെ ക്രാങ്ക് ഒന്നും പേടിക്കണ്ടല്ലോ.
അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഓക്കെ ബ്രേക്കിംഗ് ഒക്കെ അളിയാ ബ്രേക്കിംഗിൽ ഇത് ബ്രേക്കിങ്ങിലാണ് ഐറ്റം കേട്ടോ. 340 ബ്രേക്ക് ആണോ? അല്ല അല്ല ഇത് കണ്ടോ. അതറിയില്ല. 340 കൊടുത്തോളാം. ഇതൊക്കെ കാണുമ്പോഴാണ് 340 ഒരു വണ്ടിയാണോ ഇനി പറഞ്ഞീനെ. ഇനി നീ ആസ് എ 340 ഓണർ ഇതിന്റെ ബ്രേക്സ് കേട്ടോ ഇതിന്റെ അലൈൻമെന്റ് ഓക്കെ ആണെങ്കിൽ എന്നെ പൊളി വിളിക്കാന്ന് പറയും ഈ വണ്ടി കൊണ്ട്. ആണല്ലേ? ബ്രേക്സ് ഭയങ്കര സീനാ, ഭയങ്കര സീനാ. ആക്ച്വലി എനിക്ക് F87 വെച്ച് വലിയൊരു വ്യത്യാസം തോന്നേ. അതിന്റെ ബ്രേക്സ് ഒരു എംകാറിന്റെ ബ്രേക്സ് ആയിട്ട് എനിക്ക് നോക്കുമ്പോൾ ഐ എം നോട്ട് വെരി ഇംപ്രസ്ഡ്. ലൈക്ക് ഓക്കെ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ദേർ, ബട്ട് നത്തിങ് ഗ്രേറ്റ്. പക്ഷെ ഇതിന്റെ ബ്രേക്ക് മച്ചാനെ അടിച്ച് DJ 340 കണ്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും DCT അല്ല, പക്ഷെ ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് എന്നെ അത് മാത്രമല്ല, ഇത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, ഒരു എക്സ്പ്ലോഷൻ സൗണ്ട്, ഒരു ബും. അടിപൊളിയല്ലേ? അത് അടിപൊളിയാ. ഏത് അല്ല ഗിയർ ഷിഫ്റ്റോ? ഗിയർ ഷിഫ്റ്റോ? ആ ബുമ്മോ? ഗിയർ ഷിഫ്റ്റിന്റെയോ? അത് കട്ട് ചെയ്യാം. ഈ പൊട്ടലും അകത്തോടെ സ്പീക്കറാണോ? So we're driving the G82 M4 today, and yes, this thing rips. And the braking, bro, the braking, I'm telling you. I don't know what F87s were doing back then, but then the brakes on. ഇതൊക്കെ എന്നെ പൊളി പൊളിക്കാടാ ഈ വണ്ടി ഇട്ട്. അതിന് അന്യായ പൊളി പൊളിക്കല്ലേ, സേഫ് ആയിട്ട് പൊളിക്കാം അല്ലേ? കയ്യിലിരിക്കും, അതാണ് ഇതൊക്കെ നോക്കുമ്പോ F87 എന്ത് അത് ഏതാണ്ട് മറ്റേ അടിപൊളിയാണ്. ഭ്രാന്തനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇത് സിവിലൈസ്ഡ് ആണ്. അതുപോലെ ബ്രേക്സും ഒക്കെ വണ്ടി കയ്യിൽ യു ക്യാൻ ഫീൽ ദ കാർ ജസ്റ്റ് ഹോൾഡിംഗ് ഓൺ ടു യു ആൻഡ് ഇറ്റ്സ് നോട്ട് ഗോയിങ് എനിവെയർ. അപ്പം എങ്ങനെ ആരാ അടുത്ത് ഓടിക്കുന്നത്? അടുത്തേ ഓടിക്കാം. മാർക്കറ്റ് ഇത് നമ്മുടെ മീഡിയ വണ്ടിയല്ലേ? രക്ഷയില്ല. That is not even full brakes. That is full brakes പിടിക്കില്ലേ? എനിക്ക് 5 സൈഡ് എടുക്കുവാണേ എന്റെ കാല്. ഇത് എത്ര ഹാർഡല്ലേ? സ്പോർട്സ് സസ്പെൻഷൻ. സ്പോർട്സ് സസ്പെൻഷൻ. ഇത് അഡാപ്റ്റഡ് ഡാമ്പേഴ്സ് ആണ്. എന്റെ സെയിം ഡാമ്പേഴ്സ് ആണ്. അത്ര F87 പോലെ സ്റ്റിഫ് അല്ല. പിന്നെയും റിഫൈൻഡാ. എനിക്ക് ഇരുന്നിട്ട് ഇനി ബാക്കി ഓടിച്ചിട്ട് പറയാം. വേറെ എക്സ്പീരിയൻസ് ആട്ടാ. ഞാൻ ഓടിക്കുമ്പോ കുരി ബാക്കി വേണ്ട കുരി ബാക്കി ഇരിക്കും. ഞാൻ ഓടിക്കുമ്പോ ഒരു 340 Pro Max എക്സ്പീരിയൻസ് ഞാൻ തരാം. Pro Max 340 തരാം. ഇതിന് വേണ്ട. അലൈൻമെന്റ് തെറ്റി കിടക്കുന്ന ഒരു ഭ്രാന്തൻ M4 ആണ്. ഞാൻ എടുത്താലും നീ G87 എടുക്ക്. നീ പെട്ടെന്ന് എടുക്കടാ. ഇനി കളി എൽവിസിന്റെ കയ്യിലൊടുക്കി 1.5 TD ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ട്രാക്ഷൻ കൂടുതലാണ്. F87 you always like fuck. That's very true. Ready? ബ്രേക്സ് എങ്ങനെ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ പോകണ്ടേ, അതുകൊണ്ടേ ചവിട്ടാൻ പറ്റില്ല. സസ്പെൻഷൻ പക്ഷെ ഇത് ഒട്ടും ഹാർഡല്ലാത്ത പോലെ. നമ്മൾ ഇത്ര വെയിറ്റ് ഉള്ളതുകൊണ്ടാണോ? അല്ലല്ല, വണ്ടി അഡാപ്റ്റീവ് സസ്പെൻഷൻ dampers make a big difference. Okay.
can make it a pitch. Best of both worlds. നീ ലോക കളിക്കാരനാണ്. ഡീനുവിന്റെ കളി. Sorry. ഇത് അൺപാർലമെന്ററി സ്റ്റഫാണ്. കാണുന്ന ആൾക്കാർ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ സേഫാ, പേടിക്കാനില്ല. ആക്ച്വലി നോട്ട് വെരി സ്റ്റിഫ്. സാധാരണ ഒരു ഇപ്പൊ F87 ആണെങ്കിലും G87 ആണെങ്കിലും ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു. അല്ലേ, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതൊക്കെ എന്ത് ഡേഞ്ചറസ് അല്ലേ. ഈ പറഞ്ഞ പോലെയാണ്. ഞാൻ ഒരു ജനറൽ കാര്യം പറയാം. എം പ്രോപ്പർ എം ഇതാണ്. പക്ഷെ M2 ഈവൻ G87 F87 ഫുള്ളി റിയൽ വീൽ ഡ്രൈവ്. M3ലേക്ക് വരുമ്പോ അത് ഓൾ റിയൽ വീൽ ഡ്രൈവ് ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഉണ്ട്. M3 നമുക്ക് ഓപ്ഷൻ ഔട്ട് ചെയ്യാം, അങ്ങനെയല്ലേ? രണ്ടും എക്സ് ഡ്രൈവ് ആണ്. രണ്ടും എക്സ് ഡ്രൈവ് ആകുമ്പോഴത്തേക്കും നമുക്ക് റിയർ വീൽ ഫുള്ളി ഇത് എൻഗേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഇട്ട് ഓടിക്കാം. നീ ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് മോഡിലാണ് ഇപ്പോൾ ഓടിക്കുന്നത്. പക്ഷെ നീ ഇപ്പം ഫുള്ളി റിയർ വീൽസ് ഇടുവാണെങ്കിൽ മറ്റേതുപോലെ തന്നെ ഇതും M3 ഓൾ റിയൽ വീൽ ഓൺലി റിയൽ വീൽ ഡ്രൈവ് കാർ ഉണ്ട് ഇല്ലേ? അത് പണ്ടായിരുന്നു. G80 വന്നപ്പോഴത്തേക്കിനും മാറി. പക്ഷേ ഒന്നാമത്തെ കാര്യം നമ്മളത് പറഞ്ഞിട്ട് പോലും കാര്യമില്ല, കാരണം ഇന്ത്യയില് പുതിയ M3 വന്നു പോലും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ടെൻഷൻ അടിക്കണ്ട. ആൾക്കാർ M3 കൺവേർഷൻ കിറ്റ് ചെയ്യാറുണ്ട്. ആദ്യമുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ കാണുവാണെങ്കിൽ അത് 320 നല്ല കിറ്റ് വെച്ച് തൈവാനിൽ നിന്ന് വന്ന കിറ്റ്, നല്ല മൈലേജ് ഉള്ള G80 നല്ല മൈലേജ് ഉള്ള ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഒന്നും കത്താത്ത കൊറേ പുകയും ഉണ്ടാവും. അതെ, ഹാർഡ് കട്ടൊക്കെ ഉണ്ടാവും. എൽവിസിന് കിട്ടിയ പോലെ റോഡൊക്കെ അങ്ങ് മോശമായി. DSC ഓഫീസർ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. Oh shit, now that's a problem. ഇത് സ്പോർട്ട് full sport. Now that's a problem. DSC MDM ഓഫ് ചെയ്താൽ മാത്രമേ ടൂ വീലർ MDM അങ്ങ് ഓഫ് ചെയ്ത് നോക്കിയാലോ, എന്താ പറ്റണെന്ന് നോക്കിയാലോ. നോക്കാം. ഇപ്പൊ ഒന്നും പറ്റണില്ല. വീഡിയോ ഗെയിം കളിക്കാൻ അങ്ങനെ ഒരു റീൽ അടിച്ചാലോ. എടാ ഫുൾ DSC ഓഫ് ചെയ്താ നീ? ഇല്ലല്ല, DSC ഓൺ DSC ഫുൾ ഓഫ്. ഇപ്പൊ എല്ലാം സ്പോർട്ട് സസ്പെൻഷൻ നമുക്ക് ഈ MDM ഓഫ് ചെയ്തിട്ട് G87 M2 പോലെ ആക്കാൻ പറ്റൂല. റിയൽ വീൽ ഡ്രൈവ്, ഓൺലി റിയൽ വീൽ ഡ്രൈവ്. അതാണ് ബേസിക്കലി G87. ഞാൻ കേട്ടു. നിനക്ക് ഫീൽ ചെയ്തായിരുന്നത്? എനിക്ക് അത് ഭയങ്കര ചെറിയൊരു ഓപ്പൺ റോഡില് ഒന്ന് ജസ്റ്റ് ത്രോട്ടിലോട് വിട്ടു നോക്കിയ അവസ്ഥ അറിയാം. നീ എന്തായാലും കൊടുക്കണം. എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. ഇല്ലില്ല, അങ്ങനെ ഞാൻ ഇതിപ്പോ ടൂ വീലർ ഉണ്ട്. ഞാൻ ഫ്ലാറ്റ് ഔട്ട് ചെയ്തില്ല, നെക്സ്റ്റ് ഗിയർ ചെയ്ത്. പക്ഷേ ഒരു സംഭവം ശ്രദ്ധിച്ചാ F87 അത്ര അഗ്രസീവ് അല്ല. F87 അത്ര അഗ്രസീവ് കേക്കില്ലേ വണ്ടിക്ക്? അല്ലല്ല ശരിയാ. അഗ്രസീവ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. സ്ലോ സ്പീഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ട് തന്നെ. കാരണം ഫോർ വീലർ സ്പോർട്ടിൽ തന്നെ കാരണം ഈ ഒരു സ്പീഡിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കയറുമ്പോ, ടൂ വീലർ കട്ട് ചെയ്ത് കയറുമ്പോ പരിചയമില്ലെങ്കിൽ പരിചയപ്പെടേണ്ടി വരും. ഇത് ഇത്ര ഉള്ളൂ. ഇത് വളരെ ബേസിക് ഫിസിക്സ് ആണ്. നമ്മളൊരു വണ്ടി ഇങ്ങനെ ടേൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ബാക്കിൽ നിന്ന് മാത്രം പവർ വരുമ്പോഴത്തേനും വണ്ടി സ്ലൈഡ് ചെയ്യും. അത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ആ ബാലൻസിൽ ഓടിക്കണം. അത്ര ഉള്ളൂ എന്റെ കാര്യം.
ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ അത് അണ്ടർ സ്റ്റെയർ എത്തേ ഉള്ളൂ, ബാക്കിൽ നിന്നാണെങ്കിൽ കിക്ക് ഔട്ട് ചെയ്യും. ദാറ്റ്സ് ഓൾ. വലിയ രീതിയിൽ ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ബാലൻസിന്റെ നമുക്ക് വേണമെങ്കിൽ പിള്ളേർക്ക് എല്ലാം ഓഫ് ആക്കി ഇട്ട് കൊടുക്കാം, എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. കംഫർട്ട്, ബ്രേക്ക് എല്ലാം കംഫർട്ട്. കംഫർട്ട് വലിയ കംഫർട്ട് അല്ല. അപ്പൊ എല്ലാ സ്പോട്ട്. അയ്യോ ഡിനു, നിനക്ക് ടൂ വീലില്ല, നിനക്കില്ല. ടൂ വീലൊന്നും വേണ്ട, നമുക്ക് എല്ലാ വീലും മതി. 4 വീലും വേണം എനിക്ക്. Oh my god, it's dinner time. എൽവിസേ, എന്തോ വണ്ടി പിടിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ? പോളോയിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണോ? പോളോയിന്ന് പറ്റിയ വണ്ടി അല്ല. എടാ നിനക്ക് ആ ഇത് മാറിക്കിടന്ന് അറിഞ്ഞില്ലടാ നീ അലൈൻമെന്റ്? ഐ തിങ്ക് അത്രയും ശ്രദ്ധിച്ചു കൊടുക്കുന്ന ആൾക്ക് മാത്രമേ അത് ആക്ച്വലി. നിനക്ക് കിട്ടിയില്ല ഏതാ അലൈൻമെന്റ്? കിട്ടി. കുറച്ച് സ്പീഡിൽ പോയപ്പോഴേ കിട്ടിയ, പയ്യെ പോയപ്പോഴല്ല. എന്റെ പൊന്നു ബ്രോ, ലിങ്ക് റോഡ് ഇല്ലാത്ത വണ്ടിയാണ് ഞാൻ ഓടിക്കണേ. എന്നെ ഒരു സ്ട്രട്ട് പോയിട്ട് മാസം 2 ആയി. അങ്ങോട്ട് മാറി ഞാനങ്ങ് പോയി, എല്ലാം മാറി, എല്ലാം ട്രാഫിക്കും പോയി. എന്റെ മാതാവേ, എന്നെ കൊണ്ട് അയ്യോ എടാ ഞാൻ പറയാണ്. നോ പ്ലീസ് നോ, ഫീൽ ചെയ്തില്ലേ? അതാ സീൻ. അതുകൊണ്ട് അല്ലല്ല, ഐ ഗോട്ട് എനിക്ക് മനസ്സിലായ സംഭവം. പിന്നെ ഇത് ഇച്ചിരി ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആണ്. അല്ലല്ല, M4 പൊതുവെ കുറച്ചുകൂടെ ഫ്ലോട്ടിയർ ആണ് കമ്പാരിറ്റീവ്ലി. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ചുമ്മാ നമുക്ക് പാരന്റ്സിനെ പറ്റിക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങക്ക് നല്ലൊരു കംഫർട്ടബിൾ സാധനം BMW ലക്ഷറി എന്ന് പറഞ്ഞ മേടിക്കാം. നല്ല ലക്ഷറി ഉണ്ട് ഇതില്. എന്റെ മൂടേ മാറിപ്പോയി ഇവർ ഓടിച്ചിട്ട് അല്ലേ? അല്ല അവരൊക്കെ reassuring, no? Very. Imagine your life with these brakes. I trust this more than my girlfriend. Oh. ചേട്ടനോട് കേട്ടു. To be very honest, ഞാൻ ലാസ്റ്റ് ടൈം ഇത് ഓടിച്ചു, PLC ഓടിച്ചില്ലേ, എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയായിരുന്നു. അവന്റെ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷൻ ഒന്നും ഇങ്ങനെ പുഷ് ചെയ്യാൻ ആവശ്യം മാറി. താങ്ക് യു സോ മച്ച് കാർട്ടൂൺ നെറ്റ്വർക്ക് കുരുവിള എൽവസരു, നിങ്ങൾക്ക് ഉള്ള കാരണം. അതല്ല ഞാൻ ചോദിച്ചത്, നിനക്ക് ഇത് അന്ന് ഓടിച്ചാൽ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ ആക്ച്വലി ടു ബി ഓണസ്റ്റ് ഞാൻ GTC ഓടിച്ചിട്ടുണ്ട്, 340 ഓടിച്ചിട്ടുണ്ട്, PLC ഓടിച്ചിട്ടുണ്ട്, ഇത് ഓടിച്ചിട്ടുണ്ട്. In my mind, I still prefer the M2. Because I think മറ്റേ ആ ബാക്ക് ഒന്ന് ചെറിയൊരു അനക്കം, ഒരു സ്ലൈഡ് ഇഫക്ട്, but this is very safe. Very comfortable, very dailyable. Both are amazing cars. But if I had to choose, my mind says maybe a 40-year-old you would say exactly. At this age, I think at this age we all need the M2. Exactly. But ഒരു ഫാമിലി മാൻ ആയ കുര്യനൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണിത്. 40 ആയോ? മൈൻഡ് സെറ്റ് വന്നിട്ടോ ശ്രദ്ധിക്കണ്ട്. അതെ സെക്കൻഡ് ഓൺ ദ വേ ആണ്. അപ്പൊ അതിന്റേതായ ഓരോ പ്രശ്നങ്ങളായിരിക്കാം. But I've driven Porsches, I've driven. I think you're substantially paying more. Yeah, you know, ഇതിന്റെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കിനും അതിനുള്ള ഇത് നമുക്ക് ഇനി കിട്ടത്തില്ല. You're just paying for the badge. This is, you just go like you're that. paying for all the driving experience when you're buying a BMW.
കാര്യത്തിലൊന്നും ഒരു സംശയവും തർക്കവും നമുക്കില്ല. എടാ ഒന്ന് പയ്യപ്പോ എനിക്ക് വേണ്ടി പോണം. ഞാനൊരു ഞാൻ പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എന്റെ I drive it. This is all recorded in Mexico. മെക്സിക്കോ. ബൈ ദ വേ നമ്മൾ നേരെ ഫ്ലൈറ്റ് പിടിച്ച് മെക്സിക്കോയ്ക്ക് പോയിരിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോ നമ്മളിപ്പോ ഇത്രയും നേരം അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന ഈ S55 അല്ലേ, S55 കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു V8 ഉണ്ടല്ലോ, അതിന്റെ കഥ എന്താ? അത് എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ല. അതെന്താ V8 M5 വരുന്നല്ലേ? അത് ഞാൻ M5 ഓടിച്ചിട്ടുണ്ട്. കപ്പൽ ഓടിച്ചിട്ടുണ്ട്. ഭയങ്കര ഹെവി വണ്ടിയാണ്. നമുക്ക് ആക്ച്വലി നമുക്ക് കുറച്ച് സ്ട്രെസ് ഈ സാധനം പോവാ. കാർ ഇസ് ഫാസ്റ്റ്, ബട്ട് നമുക്ക് എന്തോ ഒരു യു ഡോണ്ട് ഫീൽ ദാറ്റ് 4.4 V8 അല്ലേ? ഞാൻ കാര്യം പറയട്ടെ, it's not as scary as M2. It's not at all scary. Actually not at all scary as M2. Your car in stock form is more scary than this, in my opinion. ഇതിന്റെ 2 വീലിലും മറ്റേ ചെറിയ 4 വീൽ പരിപാടി ഉണ്ട്. അല്ലല്ല, ആക്ച്വലി ഒരു സാധനം ചിലപ്പോ 2060 ആയിരിക്കും. ഒരു സാധനം ഡ്രൈവ് 2060 അല്ലല്ല, ഈ ഒരു സാധനം ലോഞ്ച് ആണോ? അതെ. ആരാണ് ചെയ്യുന്നത് പറഞ്ഞു തുടങ്ങി. Okay guys, Dino ആണ് ഓടിക്കുന്നത്. So this is a G82 M4 and we're going to try launch control. Let's see. G82 M4 competition. Hello sir, okay അല്ലേ? Okay, ഇതുവരെ ഓക്കേ. We'll see how well it hooks. yes, how well it Launch control. ശരിക്കും ഓവറാക്കണല്ല, അല്ലല്ല, അതെന്നെ actually അത് കൊള്ളായിരുന്നു. ഫസ്റ്റ് ടൈം ആണല്ലോ ഇവിടെ. ഇപ്പൊ അവനൊരു ഒന്നൂടെ ലോഞ്ച് അടിച്ചാലോ? അറിയാം. ലോഞ്ച് അത് സീൻ വിത്ത് DJ. ഇവിടെ അടിപൊളിയായിരിക്കും. കണ്ടില്ലേ? Brakes are on point. DSC off ചെയ്യാ. Okay. M സെറ്റപ്പിൽ പോയിട്ട് സ്പോർട്സ് ഇടാ. പനിയാണോ? ഇവിടെ സൂക്ഷിച്ചു വേണേ കളിയാ. ഡീആക്ടിവേറ്റഡ് ആണ് ഫുള്ള് ട്രാക്ഷൻ. മതി. എടാ അതിന്റെ അടി കൂടെ ആണ് പോണ്ടേ. അയ്യോ അല്ല ഇവിടെ അല്ല. പക്ഷേ അത് ലോഞ്ച് കൺട്രോൾ ആയില്ല. അത് ലോഞ്ച് കൺട്രോൾ ആയില്ല. എന്നിട്ട് എന്തെടുത്തു? കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ അത് കുഴപ്പമില്ല. നീ കണ്ടിന്യൂ. എങ്ങനെയുണ്ട് കുട്ടികളുടെ ബാക്കില്? പറയണ്ട. ബ്രോ ഇത് നമ്മള് 2 പിള്ളേരുടെ ആയി കഴിഞ്ഞാൽ ഇത് സെറ്റാ. ഭയങ്കര കംഫർട്ടബിൾ. ഓറയുടെ കാര്യത്തിലും വെരി കംഫർട്ടബിൾ വെൻ യു ഡ്രൈവിംഗ് നോർമലി. ഇഷ്ടപ്പെട്ടു. എനിക്ക് മൊത്തം സ്പോട്ടിൽ ഇട്ടിട്ടും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തോന്നി. വണ്ടി അതാ പ്രശ്നം. വണ്ടി കൊള്ളാം. കിടക്കുന്നത്. അപ്പൊ ഇതാണ് സംഭവം. എന്താ പ്രശ്നം എന്നറിയോ? ഈ വണ്ടി നമ്മൾ ഇനിഷ്യലി ഓടിക്കുന്ന നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ബട്ട് ഇപ്പൊ നമ്മൾ ഡെയിലി ഇത് ഓടിച്ചു വരുമ്പോ you get used to it. But the F87 ഞാൻ കുറുവർ വണ്ടി എന്തോരം കേട്ടിട്ടുണ്ട്. പുള്ളിൽ കൂടെ കയറിയാലും എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മൾ കയറുമ്പോ. മറ്റേ വണ്ടി ഇങ്ങനെ ഹോ ചാടും കൊല്ലും അയ്യോ ഇതങ്ങനെയാണ്. ഇവിടെ യൂട്ടേൺ ആണ്. ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ നിർത്തി. പോലും മാല പോക്കും. ചുമ്മാ കാണാൻ പറ്റും. എടാ മൈലേജ് വേണ്ടേ? മൈലേജ് കിട്ടുവോ ഇത്? How much mileage do you get, bro? നമ്മളിങ്ങനെ പോയിട്ട് But Kurula, F87 has lesser ground clearance than this. 340 ന്ന് ഇതിലേക്ക് വരുമ്പോ what is the difference? Oh, that's very interesting. What is the difference? ഇത് ശരിക്കും ഇപ്പോൾ ഓടിക്കണല്ലേ? എന്ന് ഓടിക്കണം. Actually പറയുകയാണെങ്കിൽ brakes is one
major factor. 340 brakes, I'm used to it, so I wouldn't complain. But anyone else ഓടിച്ചാൽ പെട്ടെന്ന് ഇനിഷ്യലി കിട്ടൂല. ലൈക്ക് എന്റെ ഫ്രണ്ട് സമയത്ത് ഓടിച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞ ബ്രേക്ക് കിട്ടൂല. സത്യം പറയാലോ, അന്ന് എനിക്ക് തന്നില്ലേ, അന്ന് എനിക്ക് പേടി, വണ്ടി അതുപോലെ പോകണ്ട, അതിനനുസരിച്ച് നിൽക്കുന്നില്ല. ശീലമാണ്, നേരത്തെ ബ്രേക്ക് കുടിക്കും. ശീലമാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഓവറോൾ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് വേറെയാണ്. Layout is same, but theater experience is different. Like ഈ ഒരു സ്ക്രീനിന്റെ layouts is more sporty. എടാ ഇവിടെ നിർത്തിക്കും. രസത്തിന്റെ കാര്യത്തില് ഭയങ്കര ഷേപ്പാ, ഭയങ്കര പ്രത്യേക ഒരു ഓറയാ. പ്രത്യേകിച്ച് ആ LCA ലേസർ ലൈറ്റ്സോടെ ഒക്കെ വന്ന മോഡലിന് ഭയങ്കര രസമാണ്. സോ ഫീൽ ആൻഡ് ഇത് ഭയങ്കര സോഫ്റ്റ് ആണെങ്കിലും ബാക്കി ഈ F87, G87, FG87 പോലത്തെ ജനറേഷൻസിൽ നിന്നൊക്കെ ഭയങ്കര ഏറ്റവും കൂടുതൽ ഈ പഴയ ജനറേഷന്റെ ഓറ പിന്നെ തിരിച്ചു വരുന്ന ഒരു സാധനം കേട്ടോ ആ വണ്ടി. ഞാൻ ഇനി എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള വണ്ടിയാണ് 530D. ഫ്രണ്ട് ഇത് എടുത്തിട്ട് സ്റ്റേജ് ബ്രോഡയാണോ 530D? ആ